രണ്ട് ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അതായത് പെട്ടെന്ന് വല്ല ആക്സിഡന്റ് വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വയ്യാതെ ഒരു സ്ട്രോക്ക് വന്നു അങ്ങനത്തെ വല്ല വരുവാണെങ്കിൽ നിങ്ങളൊരു 6000 തൊട്ട് 8000 വരെ ഒരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അത്ര കിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം വരെ കവർ കിട്ടും. 8000 രൂപയ്ക്ക് 10 ലക്ഷത്തിന്റെ അടുത്ത് കവർ കിട്ടും. ഞാൻ പറഞ്ഞ ഒരു കൺസർവേറ്റീവ് ഒരു ഇതായിട്ട് ഒരു മാസമാണ് അടയ്ക്കേണ്ടത്. അല്ല, ഒരു കൊല്ലം ഒരു കൊല്ലം 8000 അടച്ചാൽ 10 ലക്ഷം രൂപ കവർ കിട്ടും. പക്ഷെ എല്ലാത്തിനും ഒന്നും കിട്ടൂല. ഈ 8000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 10 ലക്ഷം രൂപ കവർ കൊടുക്കുന്നത് എന്ത് ബേസിലാണ്? അപ്പൊ ഇത് കൊടുക്കാതിരിക്കാൻ നമ്മള് പലപ്പോഴും കാണുന്നത്, ഇത് കൊടുക്കാതിരിക്കുക എന്നതായിരിക്കും ഇവരുടെ ഒരു ഐഡിയോളജി. ബിസിനസ് അങ്ങനെയല്ലേ? ബിസിനസ് ഇവര് ചില 10 ലക്ഷം കവർ ഉണ്ടെന്ന് പറഞ്ഞാലും അവര് മാക്സിമം 5-6 തരത്തുള്ള ഇതിൽ കുറെ ഉടായ്പുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു ഇല്ല, നമുക്ക് റൂം റെന്റ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റൂം റെന്റ് 1500 വരെ അവര് അലൗഡ് ആയിട്ടുള്ളൂ. നിങ്ങളിപ്പോ താമസിച്ച റൂമിന്റെ റെന്റ് 2000 രൂപയാണെങ്കിൽ നിങ്ങളുടെ ബില്ല് 6 ലക്ഷം ആണെങ്കിൽ അവര് 1500 ഡിവൈഡഡ് ബൈ 2000 into 6 ലക്ഷം റീംബേഴ്സ് ചെയ്യുള്ളൂ. അതായത് നീ ഇതിനകത്ത് ഇത്ര കൂട്ടി ടോട്ടലി കട്ടി. അത് ഹോസ്പിറ്റലിൽ വരുന്ന വ്യത്യാസമാണ്. നീ ഇപ്പൊ സാധാരണ ശരിക്കും 500 രൂപ കട്ട് ചെയ്താൽ പോരെ? നീ കിടക്കണ റൂം അനുസരിച്ച് നിന്റെ ഹോസ്പിറ്റൽ ബില്ല് മാറും. അതായത് നീ സാധാ വാർഡിലെ കിടക്കണെന്നുണ്ടെങ്കിൽ നിന്റെ മരുന്നിന്റെ വില മാറും. അല്ല, എനിക്ക് ഇവിടെ ലൂർദില് 60,000 രൂപ കൊടുക്കേണ്ട സർജറിയാണ് ഞാൻ അവിടെ പോയി 3 ലക്ഷത്തിന് ചെയ്തത്.